ഇങ്ങനൊരു കോൾ, ടാർഗറ്റുകൾ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കത് കണ്ടെത്തണം. ആത്മാവാണെങ്കിൽ അതാരാണെന്ന് അറിയണം. ലക്ഷ്യം എന്താണെന്ന് അറിയണം. അത് കണ്ടെത്താതെ ഞാൻ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറില്ല. ഈ ലോകത്ത് സത്യമാണെന്ന് ആരും വിശ്വസിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാ ഗബ്രി അന്വേഷിക്കുന്നത്. ആ സത്യത്തെക്കുറിച്ച് അറിയാനല്ലേ താനും താല്പര്യപ്പെടുന്നത്? ആ സത്യത്തെക്കുറിച്ച് അറിയാനാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്, അല്ലാതെ സത്യമാണെന്ന് വിശ്വസിക്കാനല്ല. എന്റെ നിഗമനങ്ങളിൽ നിന്ന് താനെന്താ മനസ്സിലാക്കുന്നേ? എന്റെ സംശയം മാത്രമാണ് ഗബ്രിയുടെ തോന്നലുകളും 5 സുന്ദരികളും തമ്മിൽ എന്തോ ഇന്റർ കണക്ഷൻ ഇല്ലേ? ഗബ്രി, അതെന്താ ഒരു ശബ്ദം? നമ്മളെ കൂടാതെ മറ്റൊരാൾ നമ്മുടെ പരിസരത്തുണ്ട്. ഗബ്രി, അൺനോൺ നമ്പർ. കോൾ എടുക്ക. ആറുപേരെ കണ്ടെത്താൻ ശ്രമിക്കരുത്. കണ്ടെത്താൻ ശ്രമിക്കുന്നവരും ഇരകളാവും. ഹലോ, നിങ്ങളാരാ? ഹലോ ഹലോ, കട്ടായല്ലോ. ഗബ്രി, എന്താ ഈ നടക്കുന്നതൊക്കെ? ആരാ ഈ കോൾ ചെയ്യുന്നത്? അറിയില്ല. ഇതൊരു റിയാലിറ്റിയാ. ബട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല. സൈബർ സെല്ലിന് പോലും കണ്ടെത്താൻ കഴിയാത്ത അൺനോൺ നമ്പേഴ്സ്. ഗബ്രി, ആ കോള് ചെയ്തത് ആരെങ്കിലും ആവട്ടെ, പക്ഷേ അയാളുടെ മെസ്സേജിൽ ഒരു പ്രശ്നമുണ്ട്. ഈ കോൾ ഒരു മുന്നറിയിപ്പാ. ഒരുപക്ഷെ ഈ കോൾ ആർക്കെല്ലാം വന്നിട്ടുണ്ടോ അവരെല്ലാം ഈ വിളിക്കുന്ന ആളിന്റെ ഇരകളാ. നമ്പറിൽ നിന്നും നമുക്ക് മാത്രമല്ല കോൾസ് വന്നിട്ടുള്ളേ, റീന മാമിനും വന്നിട്ടുണ്ടല്ലോ. ആ CCTV പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ആ കോള് വരുമെന്നാണ്. എന്നിട്ട് ഇതുവരെ നമുക്കാർക്കും അങ്ങനെ ഒരു കോള് വന്നിട്ടില്ലല്ലോ. കിരണിനോ വൃന്ദയ്ക്കോ രണ്ടാമതൊരു കോള് വന്നിട്ടുമില്ല. റീന മാമിന് ഈ കോള് വന്ന സ്ഥിതിക്ക് ഗബ്രിയേൽ സാറിനും ഇങ്ങനെയുള്ള കോൾസ് ഒക്കെ വന്നിട്ടുണ്ടാവോ? സാറിന് കോള് വന്നാലും നമ്മളോട് പറയണമെന്നില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ചോദിച്ചാ അത് സംശയത്തിനിടയാക്കും. അജ്ഞാതന്റെ കോളിൽ റീന മാമിനോട് എന്താ പറഞ്ഞേക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. മാഡം അത് പറയാനും തയ്യാറായിട്ടില്ല. ആ മാറ്റർ ആരവിനെ കുറിച്ചാവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ മാം അതിനെപ്പറ്റി നമ്മളോട് ചോദിക്കാതിരിക്കില്ലല്ലോ. എനിക്ക് അക്കാര്യത്തിൽ ടെൻഷനുണ്ട്. മാമിന് വന്ന കോള് എന്താണെന്ന് മാം ഗബ്രിയേൽ സാറിനെ അറിയിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇവരുടെയൊക്കെ നിരീക്ഷണത്തിലാണോന്ന് എങ്ങനെ അറിയാൻ കഴിയും? ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരുന്ന എവിടെ എത്തില്ല. ആരവനെ എത്രയും പെട്ടെന്ന് അവന്റെ അമ്മയെടുത്ത് ഏൽപ്പിക്കണം. അതോടെ ഈ പ്രശ്നം തീരില്ലേ? ഗബ്രിയേൽ സാർ അതിനെപ്പറ്റി ഒരുറപ്പും പറഞ്ഞിട്ടില്ലല്ലോ. അവന്റെ അമ്മയാണെന്ന് പറഞ്ഞ ഒരാളെ കണ്ടെത്തി. അതവന്റെ അമ്മയല്ല. ഗബ്രിയേൽ സർ ഇക്കാര്യത്തില് ഇനി ആത്മാർത്ഥത കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗബ്രിയേൽ സാറ് ആരവിന്റെ അമ്മയെ കണ്ടെത്താൻ സഹായിക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അവന്റെ അമ്മയെ തിരക്കി പിടിക്കണം. അതിനെന്താ വഴിയെന്ന് ആലോചിക്ക. ഞാനൊരു ഐഡിയ പറയട്ടെ. പറ. ആരവിന്റെ നാട് മോഴക്കുന്നല്ലേ?
അക്കാര്യത്തിൽ ഒരു സംശയമില്ല.